Good morning, everyone. Today we will be doing a small session on weaknesses. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ strengths ആണ് ഡിസ്കസ് ചെയ്തത്. So today we will be doing weaknesses and strengths. I hope you have understood, and over the period of 1 week, I hope you have also kind of reviewed, and you have written down those three strengths അല്ലെ ടാസ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. I hope you can get it cleared during your doubt clearing sessions. Okay, അപ്പോൾ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസിൽ വന്നത് ക്ലാരിഫൈ ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്ത് മേടിക്കുക. ദാറ്റ് ഇസ് വൈ വി ഹാവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്. സോ നെക്സ്റ്റ് ഇസ് today's would be a weaknesses in the session that we will be taking. Okay. So weaknesses നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് വീക്ക്നെസ്സസ് അല്ലെ സ്ട്രെങ്സ്? എവറി ഹ്യൂമൻ, സിൻസ് വി ആർ ഓൾ ഹ്യൂമൻസ്, we all have our strengths as well as weaknesses. So it is important for us to be aware of our weaknesses also. Strengths മാത്രമല്ല, we possess some weaknesses. Now ഈ weaknesses എന്താന്നുള്ളതാണ് പലപ്പോഴും നമ്മളുടെ മൈൻഡിലെ കൺഫ്യൂസ്ഡ് തോട്ട്. വാട്ട് ഇസ് our weakness? So like strengths, നമ്മൾ weaknesses analyze ചെയ്യാൻ just a couple of questions I would like to share with you. That is, what am I not very good at? Okay, അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ we might not be very good at certain things, certain skills ആയിരിക്കാം, certain tasks ആയിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ അത്രയ്ക്ക് അങ്ങ് ഒരു എഫിഷ്യന്റ് അല്ല, അല്ലെങ്കിൽ അത്രയ്ക്ക് അങ്ങ് ഒരു പെർഫെക്റ്റ് അല്ല എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഇംപ്രൂവ് ചെയ്യേണ്ട ചില ഏരിയാസ് ഉണ്ടാവും അല്ലെ, അത് നമുക്കറിയാം. അതൊക്കെ എന്താന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Second question we can ask ourselves is, these are questions you should ask yourself. അപ്പം the answers will help you to figure out what your weaknesses are in a better way. What are the things that hinder my progress? അപ്പോൾ what are the things that hinder my progress എന്ന് പറയുമ്പം അതെന്താന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മുടെ പ്രോഗ്രസ്സിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മളുടെ പ്രോഗ്രസ്സിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചിലപ്പോൾ നമുക്ക് കുറെ ഡ്രീംസും അംബിഷൻസ് ഒക്കെ ഉള്ള എവറി പേഴ്സൺ ഹാസ് അല്ലേ. അപ്പൊ സോ വി വുഡ് ഹാവ് വാണ്ടഡ് ടു ഡു ദിസ്, വി വുഡ് ഹാവ് വാണ്ടഡ് ടു റീച്ച് ദെയർ, വി വുഡ് ഹാവ് വാണ്ടഡ് ടു ബിക്കം ദിസ്, അല്ലെങ്കിൽ ഇന്ന ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഐ വാണ്ടഡ് ടു ബിക്കം മേ ബി എ ഡോക്ടർ, ഐ വാണ്ടഡ് ടു ബിക്കം എ നഴ്സ് മേ ബി, ഓർ മേ ബി ഐ വാണ്ടഡ് ടു ബിക്കം എ ലോയർ. അപ്പം അല്ലെങ്കിൽ ഐ വോണ്ട് ടു ഡു ദിസ് തിങ്, ഐ വോണ്ട് ടു റീച്ച്, ഐ വോണ്ട് ടു ബിക്കം എ മാനേജർ, ഐ വോണ്ട് ടു ലീഡ് എ ബിഗ് ടീം. അങ്ങനെ ഒത്തിരി ഡ്രീംസ് നമുക്കുണ്ട് അല്ലെ. ഇറ്റ് ക്യാൻ ബി ഡിഫറെന്റ് ഫ്രം ദിസ് ഓൾസോ. പക്ഷെ ആ പ്രോഗ്രസ്സിനെ നമ്മൾക്ക് പലപ്പോഴും ചിലപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റാറില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഗോളിനെ അച്ചീവ് ചെയ്യാൻ സംടൈംസ് നമുക്ക് പറ്റാറില്ല. അപ്പൊ അതിനെ തടസ്സപ്പെടുത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെ സ്ലോ ഡൗൺ ചെയ്യുന്ന, അങ്ങോട്ട് എത്താൻ നമ്മളെ സ്ലോ ഡൗൺ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ പുൾ ബാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ നല്ലതാണ്. ഓക്കെ, ഇറ്റ് കുഡ് ബി സംതിങ് ലൈക്ക് ദാറ്റ് നമുക്ക് റിസ്ക് എടുക്കാനുള്ള ഒരു റിലക്റ്റൻസ് ആയിരിക്കാം, ചിലപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഇല്ലായ്മയായിരിക്കാം, ചിലപ്പോൾ നമുക്ക് നമുക്ക് ചില കാര്യങ്ങൾ അത് പ്രോപ്പർലി ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം, അങ്ങനത്തെ പല കാര്യങ്ങളായിരിക്കാം. അപ്പൊ അതെന്താന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. അതൊക്കെ ചിലപ്പോൾ നമ്മുടെ വീക്ക്നെസ്സസ് ആയേക്കാം. ഓക്കെ, സോ ദാറ്റ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. വാട്ട് ആർ ദ ട്രേറ്റ്സ് ദാറ്റ് അതേഴ്സ് ഡിസ്ലൈക്ക് ഇൻ മീ? മനസ്സിലായോ? അപ്പൊ മറ്റുള്ളവര് നമ്മളിൽ ഇഷ്ടപ്പെടാത്ത എന്തൊക്കെ ബിഹേവിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളിൽ ഫോൾട്ടി ആയിട്ട് കാണുന്ന ചില ബിഹേവിയേഴ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്കറിയാം മറ്റുള്ളവർ പലപ്പോഴും ചിലപ്പോൾ നമ്മളുടെ അടുത്ത് ഫീഡ്ബാക്ക് ആയിട്ട് ചിലപ്പോൾ പറയും, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് അഡ്വൈസ് ചെയ്യും, അല്ലെങ്കിൽ വളരെ സ്നേഹത്തിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫാമിലി പറയും. മേ ബി they say that, okay, see, you should be more careful when you talk in the public, കുറച്ചും കൂടിയൊക്കെ പോളിഷ്ഡ് ആയിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരരുത് ഇങ്ങനെ അല്ലെ. അങ്ങനെയൊക്കെ പലപ്പോഴും ചിലപ്പോൾ നമുക്ക് അത് ഓരോരുത്തരുടെ നേച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ അനുസരിച്ചിട്ടാണ് ഫീഡ്ബാക്ക് നമുക്ക് തരും. അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട് ഭയങ്കര സെൻസിറ്റീവ് ആണ്, എന്ത് പറഞ്ഞാലും ഭയങ്കര സെൻസിറ്റീവ് ആവും, അപ്സെറ്റ് ആവും, ആകെ ഡിപ്രസ്ഡ് ആവും, കരയും അല്ലെ. അപ്പൊ ചിലപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സ് ഒക്കെ പറയും, എന്തിനാ ചെറിയ കാര്യത്തിനൊക്കെ കരയണേ അല്ലെ, അല്ലെങ്കിൽ നമുക്ക് എന്തിനാ, വൈ യു ഗെറ്റിംഗ് സോ അപ്സെറ്റ് വിത്ത് സച്ച് ലിറ്റിൽ തിങ്സ്, യു ഷുഡ് ലേൺ ടു ബി ബോൾഡർ, നീ കുറച്ചുകൂടി സ്ട്രോങ് ആവണം,
കുറച്ചുകൂടി കാര്യങ്ങളിനെ റീസണബിളി തിങ്ക് ചെയ്യണം, ലോജിക്കലി അതിനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ പലരും നമ്മുടെ അടുത്ത്. അപ്പൊ നമുക്ക് അപ്പൊ സ്ലോലി അത് മനസ്സിലാവണം ദാറ്റ് യു നോ ഐ എം ബിക്കമിങ് എ ലിറ്റിൽ സെൻസിറ്റീവ്. ആ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇമോഷണൽ ആ ഒരു ബാലൻസ് കുറവ് എനിക്കുണ്ട്, അല്ലെങ്കിൽ അതിനെ ഞാൻ, അപ്പൊ അതായിരിക്കാം നമ്മുടെ വീക്ക്നെസ് ചിലപ്പോൾ. ഓക്കെ, അപ്പം പല രീതിയിലും നമുക്കിതിനെ അനലൈസ് ചെയ്ത് അതിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം വീക്ക്നെസ്സസ് എപ്പോഴും നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്ലീസ് ജസ്റ്റ് റൈറ്റ് ഡൗൺ ദീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് യു ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഐ ജസ്റ്റ് ഗിവ് യു 5 minutes. ഐ വോണ്ട് യു ടു റൈറ്റ് ഡൗൺ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, പിന്നെ നിങ്ങളുടെ ഓൺ എക്സ്പീരിയൻസും അണ്ടർസ്റ്റാൻഡിങ്ങും വെച്ചിട്ട് നിങ്ങളുടെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണെന്ന് ക്വിക്ക്ലി ഒന്ന് ലിസ്റ്റ് ചെയ്യാവോ? വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിച്ച്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു ക്വിക്ക് അനാലിസിസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. എന്നാലാണ് നമുക്ക് ബാക്കി ക്ലാസ്സുകളിൽ എന്താ പറയുന്നത്, അല്ലെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ഫോളോ ദ റെസ്റ്റ് ഓഫ് ദ റിമൈനിങ് സെഷൻസ് മോർ.
Yes, so I hope you have written about your weaknesses, and next we're going to look into why we should know our weakness. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അനാലിസിസിന് അറ്റംപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. So why should we know our weakness എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ടു ബി കോൺഷ്യസ് ഓഫ് ഇറ്റ്. നമുക്ക് നമ്മുടെ വീക്ക്നെസ്സിനെ പറ്റി അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വി ഷുഡ് ബി അവെയർ ഓഫ് അവർ വീക്ക്നെസ്സസ്. രണ്ടാമത് ടു ആക്സെപ്റ്റ് ഇറ്റ്. ടു ആക്സെപ്റ്റ് അവർ വീക്ക്നെസ്സസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മുടെ വീക്ക്നെസ്സസ് മനസ്സിലാക്കുക, അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് സംടൈംസ് വി ഡിനൈ ദ ഫാക്ട് ദാറ്റ് ഓക്കെ അങ്ങനെ ഒരു വീക്ക്നെസ് നമുക്കില്ല എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇഫ് ഇറ്റ് ഓൾ യു തിങ്ക് ഇറ്റ് ഈസ് വീക്ക്നെസ്, അല്ലെങ്കിൽ വി ബീൻ ഗെറ്റിംഗ് റെഗുലർ ഫീഡ്ബാക്സ് അബൌട്ട് അങ്ങനെ ഒരു കറക്ഷൻ ദാറ്റ് ഇസ് റിക്വയർഡ് ഇൻ അസ്, പലപ്പോഴും നമ്മളതൊന്ന് അനലൈസ് ചെയ്ത് ട്രൂ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അതിനൊന്ന് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദിസ് അനാലിസിസ് ആൻഡ് വൈ വി ആർ ഡൂയിങ് ദിസ് അനാലിസിസ് ഇസ് ടു ഇംപ്രൂവ് ആൻഡ് കറക്റ്റ് അപ്പോൺ ഇറ്റ്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ നമുക്കൊരു വീക്ക്നെസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഷോർട്ട് കമ്മിങ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഏരിയ അത്ര നമ്മൾക്ക് കുറച്ചും കൂടി അത്ര സ്ട്രോങ് അല്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ us ടു ഇംപ്രൂവ് ആൻഡ് കറക്റ്റ് അപ്പോൺ ഇറ്റ്. ഓക്കെ, അത് ഇംപ്രൂവ് ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും ഉള്ളൊരു അറ്റംപ്റ്റ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ഇന്റൻഷൻ ഇൻ അണ്ടർസ്റ്റാൻഡിങ് അവർ വീക്ക്നെസ്സസ്. പ്രോബ്ലംസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാം, അല്ലെ? വി ആർ ഓൾ വെരി ഹ്യൂമൻ. there can be failures, there can be things that are very difficult for us to overcome. പക്ഷെ ആ ഒരു അറ്റംപ്റ്റ് അതിനു വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ജസ്റ്റ് പ്ലീസ് നോട്ട് ദിസ് ഡൗൺ.
The next thing that we are looking into is why does the interviewer ask our weaknesses? Okay. Now, നമ്മളെല്ലാ കാര്യങ്ങളിലും നമ്മുടെ സെഷൻസിൽ ഫോക്കസ് നമ്മുടെ ജോബാണ്, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസ്, നമ്മുടെ വർക്ക് കൾച്ചർ കാര്യങ്ങളൊക്കെയാണ്. സോ വാട്ട് ഇസ് ദിസ് ഇമ്പോർട്ടൻസ് ഓഫ് വീക്ക്നെസ്സസ് ഇൻ എൻ ഇന്റർവ്യൂ, അല്ലെങ്കിൽ നമ്മളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്താണ് ദി പ്രോമിനൻസ് ഓഫ് ദിസ് തിങ് കോൾഡ് വീക്ക്നെസ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ വീക്ക്നെസ്സസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഇന്റർവ്യൂവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ബിക്കോസ് ദർ ആർ മെനി റീസൺസ് വൈ ദേ ആർ ആസ്കിങ് അസ് ദിസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ടു നോ വെദർ യു ആർ അവെയർ അബൌട്ട് യുവർ സെൽഫ്. നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ അറിയാവോ പ്രോപ്പറായിട്ട്? ഡു വി ഹാവ് എ ഗുഡ് ഇവാലുവേഷൻ അബൌട്ട് അവർ സെൽസ്? ഓക്കെ, നമുക്ക് നമ്മളതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നൗ സെക്കൻഡ് തിങ്, yeah, sorry, there was a small disruption in the connectivity, which is why I hope I believe this screen was not being displayed properly. അപ്പം, so we were discussing about why we think the interviewer is asking us this question. Okay. അപ്പം we said how aware are you about yourself എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്, if it will be a hindrance to the job. This is very very important, because as an interviewer, അല്ലെങ്കിൽ your employer or a responsible person of the organization, they will always be very very concerned as to നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങളുടെ ജോലിയിലേക്ക് അതൊരു ഹിൻഡ്രൻസ് ആകുമോ, അല്ലെങ്കിൽ ഒരു ഓബ്സ്റ്റക്കിൾ ആകുമോ, അല്ലെങ്കിൽ ഒരു തടസ്സമാകുമോ എന്നുള്ളതൊക്കെ അവർ വെരിഫൈ ചെയ്യാൻ എപ്പോഴും അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും.
So that is another reason why they are always asking you what your weakness is. അല്ലെങ്കിൽ ചില ആൾക്കാർ ഡയറക്റ്റ് ചോദിക്കും, ചില ആൾക്കാർ ഡയറക്റ്റ് ചിലപ്പോൾ ചോദിക്കില്ല, വേറെ ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ ക്വസ്റ്റ്യൻ ആയിട്ട് they will try to find out through several questions or maybe through discussions with you as to what your weakness is, അല്ലെങ്കിൽ what is your weak point, അല്ലെങ്കിൽ what are you not good at, അല്ലെങ്കിൽ what what is, are there things that you might affect the job. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ അവർ നമ്മളുടെ ഇന്റർവ്യൂവിൽ പലപ്പോഴും അസസ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ അവർ അറ്റംപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം അതേപോലെ തന്നെ നമ്മളുടെ പ്രൊഡക്ടിവിറ്റീനെ, നമ്മളുടെ പെർഫോമൻസിനെ, നമ്മളുടെ ജോലിയുടെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും വീക്ക്നെസ്സസ് നമുക്കുണ്ടോ എന്നുള്ളതൊക്കെ അവര് ദേ ലൈക്ക് ടു നോ ആൻഡ് ദേ വിൽ അറ്റംപ്റ്റ് ടു ഫൈൻഡ് ഔട്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പറയുന്നത്, സ്ട്രെങ്ത് നമ്മൾ പറയുന്നതിന്റെ പോലെ തന്നെ നമ്മൾ വീക്ക്നെസ്സസും മനസ്സിലാക്കി വെക്കണം. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീക്ക്നെസ്സസ് ഒന്നും നമ്മൾ നമ്മളുടെ ഭാഗത്തുനിന്ന് അവർ ചോദിക്കാണ്ട് നമ്മളൊരു കാരണവശാലും പറയാറില്ല. ഓക്കെ, സോ ദാറ്റ് തിങ് ഇസ് ഓൾവേസ് ദർ. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ബിക്കോസ് ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഓക്കെ, അത് മെയിൻ ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, അവര് ഡെഫിനറ്റ്ലി ഏതെങ്കിലും രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സോ ദാറ്റ് ഇസ് ദ reason why we are discussing this today. Okay, so and the last point here is the interviewer always wants to know. The interviewer wants to know ennalenu kudal നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ this is the main thing about the, understanding our weakness. ഒരു കാര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പോരാ, നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് what have you done about it, have you done something, have you taken an action on it, have you been responsibly trying to correct it എന്നുള്ളത് അവർ ചിലപ്പം നിങ്ങളടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അത് അവരുടെ അടുത്ത് പറയണം. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് കീ തിങ് ഹിയർ. അല്ലാണ്ട് എനിക്ക് ഇത്രയും വീക്ക്നെസ്സസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങ് ഫിനിഷ് ഓഫ് ചെയ്യുക എന്നല്ല നമ്മളുടെ ഈ എൻറ്റയർ ഡിസ്കഷന്റെ ഉദ്ദേശം. അതേ അല്ല നമ്മളുടെ ഈ ഡിസ്കഷന്റെ ഉദ്ദേശം. ഇത്രയേ ഉള്ളൂ, ദാറ്റ് you should first of all figure out what your weakness is, and then you should start working on it. ഓക്കെ, അതിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ, കറക്റ്റ് ചെയ്യാൻ, ബെറ്റർ ചെയ്യാൻ, മോഡറേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് അറ്റംപ്റ്റാ ചെയ്തിരിക്കുന്നേ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു, വാട്ട് ഡിഡ് യു ഡു അബൌട്ട് ഇറ്റ്, ഞാനൊന്നും ചെയ്തില്ല, അല്ലെങ്കിൽ ഐ ഹാവ് ഡൺ നത്തിങ് അബൌട്ട് ഇറ്റ് എന്ന് പറയാനല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഇസ് നോട്ട് ഗുഡ് അറ്റ് ഓൾ. ഓക്കെ, അപ്പൊ ഈ 4 പോയിന്റ്സ് നോട്ട് ചെയ്യാം, because these are the reasons why the interviewer is always asking you these questions. Okay.
Next, what I have done here is, we're talking about a couple of, examples of weaknesses. അപ്പോൾ weaknessന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. സോ യു സി വീക്ക്നെസ്സസ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന സ്ഥിരം നമ്മൾ സ്ട്രെങ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ പോലെ സ്ഥിരം പറയുന്ന കുറെ വീക്ക്നെസ്സസ് ഉണ്ട്. എനിക്ക് കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിങ്ങിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും, ഓക്കെ, ഐ എം ഷോർട്ട് ടെമ്പേർഡ് എന്നൊക്കെ പറയുന്ന ചില വീക്ക്നെസ്സസ് എപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദർ കുഡ് ബി വീക്ക്നെസ്സസ് ദാറ്റ് എ പേഴ്സൺ ഹാസ്. ദേ കുഡ് ബി വെരി മൈന്യൂട്ട്. They could be things that you don't even sometimes realize that it is a weakness. അതാണ് നമ്മളിലുള്ള ആ ഒരു ഷോർട്ട് കമ്മിങ് പലപ്പോഴും നമ്മൾ റിയലൈസ് ചെയ്യാറ് പോലും ഇല്ല. Okay, and that could be causing a hindrance to the progress and performance of your work and probably daily life activities. അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങളാണ് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരുപാട് ലോങ് ലിസ്റ്റ് ഉണ്ട്. ഇത് കുറച്ച് എക്സാമ്പിൾസ് മാത്രം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ തന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യു ഷുഡ് ഫൈൻഡ് ഔട്ട് ആൻഡ് യുവർ വീക്ക്നെസ് കുഡ് ഈവൻ നോട്ട് ബി ഇൻ ദിസ് ലിസ്റ്റ്. ഈ ലിസ്റ്റിൽ ഉള്ളത് ആയിക്കൊള്ളണം എന്നൊന്നും ഇല്ല നിങ്ങളുടെ വീക്ക്നെസ്. കുറച്ച് എക്സാമ്പിൾസ് തന്നു എന്നും Yes, sir. So I will just quickly read through these a few examples that we have listed on the screen, like difficulty speaking to a crowd. ഒരു വലിയ ക്രൗഡിന്റെ മുമ്പിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ട്. പെർഫെക്ഷനിസ്റ്റ്, അതായത് നമുക്ക് പെർഫെക്ഷനിസം നല്ലതാണ്, പക്ഷെ ബിയോണ്ട് ലിമിറ്റ് പെർഫെക്ഷനിസം ചിലപ്പോൾ പ്രശ്നമാവും, അല്ലെ? നമുക്ക് ഒത്തിരി സമയം കൺസ്യൂമിങ് ആവാം ചിലപ്പം, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവും, ചിലപ്പോൾ നമ്മുടെ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും നമുക്ക്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ പെർഫെക്ഷനിസം ചിലപ്പം നമുക്കൊരു വീക്ക്നെസ് ആയി മാറിയേക്കാം. വേറെസ് ആക്ച്വലി ഇറ്റ് ഇസ് എ സ്ട്രെങ്ത്. ഓക്കെ, സെൽഫ് ക്രിറ്റിസിസം ചിലപ്പോൾ ഒരു വീക്ക്നെസ് ആവാം. വെൻ യു സ്റ്റാർട്ട് ക്രിറ്റിസൈസിങ് യുവർ സെൽഫ് ടു മച്ച്, ഓക്കെ, and you start finding fault in everything that you do. I think you don't feel happy or satisfied with the performance that you are having. Okay, allows emotions to show. അല്ലെങ്കിൽ നമ്മളെ you are ഭയങ്കര fragile with your emotions and that you start expressing everything. Being straightforward sometimes, detail oriented ആവുക, express dissent, that is you find it difficult to express dissent, to say no. Okay, risk taker. So sometimes taking risks which are uncalculated, അല്ലെങ്കിൽ നമ്മൾക്ക് റിസ്ക് എടുക്കാനുള്ള ഒരു some people are people who just take risks without thinking. അങ്ങനെയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു വീക്ക്നെസ് ആയേക്കാം.
lack of ability to take a risk is also a weakness. അത് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പൊ റിസ്ക് ടേക്കറേ അല്ല എന്നുള്ളത്, യു ആർ വെരി റിലക്റ്റന്റ് ടു ടേക്ക് റിസ്ക്സ് എന്നുള്ളതും ഒരു വീക്ക്നെസ് ആണ്. സോ ഇറ്റ് ക്യാൻ ബി ബോത്ത് വേസ്. ഓക്കെ, പിന്നെ വർക്ക് ലൈഫ് ഇംബാലൻസ്, പിന്നെ അതുപോലെ മൈക്രോ മാനേജിങ്, ഗോയിങ് ഇൻ ടു ടു മച്ച് ഡീറ്റെയിൽ ഇൻ മാനേജിങ് തിങ്സ്, സംടൈംസ് ബീങ് വെരി സ്ട്രിക്റ്റ്, സംടൈംസ് യു ടേക്ക് ബ്ലെയിം ഫോർ അതേഴ്സ്. അതായത് മറ്റുള്ളവർ ചെയ്ത കാര്യത്തിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഓണർഷിപ്പ് ഒക്കെ നിങ്ങൾ തന്നെ അങ്ങ് എടുക്കും. അല്ലെങ്കിൽ സപ്പോസ് there's a team and some work has happened, something did not work out properly, even when you know that it has not been you who has been the you know fault point, you would still agree to take up and say that okay, I did it, it was because of me എന്നുള്ളത്. Okay, അപ്പം these are just a few examples. I would like you to go ahead and research a little more on weaknesses. Find out what the other weaknesses are. Find out what weaknesses you have. അതിനെങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യാം, അത് എന്ത് വീക്ക്നെസ് ആണ്, ഹൗ ക്യാൻ ഐ പ്രസന്റ് ഇറ്റ്, ഹൗ ക്യാൻ ഐ ടെൽ അബൌട്ട് ഇറ്റ് ഡ്യൂറിങ് എൻ ഇന്റർവ്യൂ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യേണ്ടതാണ്. സോ യു കെൻ ജസ്റ്റ് ടേക്ക് ഡൗൺ ദീസ് എക്സാമ്പിൾസ്, ഇതൊന്ന് നോട്ട് ചെയ്യാൻ ബുക്കിൽ. അത് കഴിഞ്ഞിട്ട് you can do a little bit of research on it later on. Okay.
Next, we're going to look at the interview's perspective and how we are going to present this. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ ഇന്റർവ്യൂവിന്റെ സമയത്ത് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോണ്ട് ലിസ്റ്റ് ഔട്ട് ഓൾ യുവർ നെഗറ്റീവ് ട്രേറ്റ്സ്. അവർ ചോദിക്കാണ്ട് നമ്മളൊരു കാരണവശാലും നമ്മുടെ വീക്ക്നെസ്സസോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പറയാറില്ല. ഓക്കെ, അപ്പൊ ഇത് എപ്പോഴും ശ്രദ്ധിക്കുക. സെൽഫ് ഇൻട്രൊഡക്ഷന് പലപ്പോഴും വീക്ക്നെസ് സ്ട്രെങ്ത് പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ വീക്ക്നെസ് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് കുട്ടികൾ. ഓക്കെ, സോ ദാറ്റ് ഇസ് റോങ്. അങ്ങനെ തെറ്റിയിട്ട് പറയരുത്. അപ്പൊ വീക്ക്നെസ്സസ് ചോദിച്ചാൽ മാത്രം പറയേണ്ട ഒരു സംഭവമാണ്. ഡോണ്ട് സേ ദാറ്റ് യു ഡോണ്ട് ഹാവ് എനി വീക്ക്നെസ്സസ്. ബി വെരി ജെന്യുവൻ. ചില ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പം എനിക്ക് വീക്ക്നെസ്സസ് ഒന്നുമില്ല, എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ഐ എം കൈൻഡ് ഓഫ് ഓക്കെ ഇൻ എവറിത്തിങ് എന്ന് പറയാറുണ്ട്. ദാറ്റ് ഇസ് എ ലിറ്റിൽ ഡേഞ്ചറസ് കൈൻഡ് ഓഫ് എൻ ആറ്റിറ്റ്യൂഡ് സംടൈംസ്. അല്ലെങ്കിൽ ലിറ്റിൽ എന്താ പറയുക, അൺറിയലിസ്റ്റിക് ആൻസർ സംടൈംസ്, ബിക്കോസ് we are all humans and we all generally tend to have weaknesses. അപ്പം അതുകൊണ്ട് തന്നെ വീക്ക്നെസ്സസിനെ പറ്റി ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നത് അത്രയ്ക്ക് ജെനുവൻ ആയിട്ട് ചിലപ്പം ഇന്റർവ്യൂവിന് ഫീൽ ചെയ്തേക്കില്ല. ഇനിയിപ്പോൾ നിങ്ങളൊരു 100% കോൺഫിഡന്റ് ആണ്, എനിക്ക് ഒരു വീക്ക്നെസ്സും ഇല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ദാറ്റ് ഇസ് യുവർ ചോയ്സ്. ഓക്കെ, പക്ഷേ വിത്ത് ഫുൾ റെസ്പോൺസിബിലിറ്റി ഫോർ യു ടു പ്രൂവ് ദാറ്റ് യു ഡു നോട്ട് ഹാവ് എനി വീക്ക്നെസ്. ഓക്കെ, അപ്പോൾ അത് കെയർഫുൾ ആയിരിക്കണം അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറയുകയാണെങ്കിൽ. വീക്ക്നെസ്സസ് പറയുന്ന സമയത്ത് ചൂസ് ദോസ് വീക്ക്നെസ്സസ് വിച്ച് വിൽ നോട്ട് ബി എ മേജർ ഹിൻഡ്രൻസ് ടു യുവർ ജോബ്. ഓക്കെ, അപ്പൊ നമ്മൾ വീക്ക്നെസ്സസ് പറയുമ്പോൾ അല്ലെങ്കിൽ വീക്ക്നെസ്സസ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയും ഒരു 2 ലെവലിലായിട്ട് നമ്മൾ വീക്ക്നെസ്സസ് അനലൈസ് ചെയ്യണം. ഓക്കെ, ഒന്ന് നമ്മുടെ പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്. ആൻഡ് ഹിയർ യു ക്യാൻ ബി വെരി ഓപ്പൺ, യു ക്യാൻ നോട്ട് ഡൗൺ ഇൻ യുവർ ഡയറി ഓർ സംവെയർ ആൻഡ് ബി വെരി ഓപ്പൺ വിത്ത് യുവർ സെൽഫ്. ദിസ് ഇസ് ഫോർ യുവർ പേഴ്സണൽ ഡെവലപ്മെന്റ് ആൻഡ് ഫോർ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്, നോട്ട് ടു ടെൽ എനിവൺ. ഇത് വേറെ ആരോടും പറയാനില്ല. ഓക്കെ, ഇനി നമ്മൾ ഇന്റർവ്യൂവിന്റെ സമയത്ത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പം എങ്ങനെ പറയണം, എന്ത് പറയണം എന്ന് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അപ്പൊ എല്ലാം വലിച്ചു വാരി ഇങ്ങനെ ലൈക്ക് യു ഡോണ്ട് ടെൽ എവറിത്തിങ് ദർ. അത്രയ്ക്ക് അങ്ങനെ ഒരു ഇറ്റ് ഇസ് നോട്ട് സംതിങ് ദറ്റ് യു ക്യാൻ ബി ബോസ്റ്റിംഗ് അബൌട്ട്. ഓക്കെ, നമുക്ക് അങ്ങ് വളരെ എക്സ്പ്രസീവ് ആയിട്ട് വീക്ക്നെസ്സിനെ പറ്റി പറയാവുന്ന ഒരു കാര്യമല്ല, നമ്മുടെ വീക്ക്നെസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ ഈ വീക്ക്നെസ് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ഏതൊക്കെ വീക്ക്നെസ്സസ് നമുക്ക് ചൂസ് ചെയ്തിട്ട് പറയാം എന്നുള്ളതും നമ്മൾ കെയർഫുൾ ആയിരിക്കണം. എല്ലാ വീക്ക്നെസ്സസും പറയേണ്ട ആവശ്യവുമില്ല. അവര് വീക്ക്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റൊരെണ്ണം പറഞ്ഞാൽ മതി. അവർ ഇനിയും വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നില്ലെങ്കിൽ ഇല്ല എന്ന് പറയാം, അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻ കേസ് ദേ ആസ്ക് യു and they stress that you have to tell one more, maybe you can be ready with just one more. Okay, ഒരെണ്ണം പറഞ്ഞാൽ മതി, that should be good enough. Okay, പക്ഷെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ 2 വീക്ക്നെസ് എങ്കിലും പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണം. ആൻഡ് ഇഫ് യു ഹാവ് മോർ, മേ ബി ഫോർ സെൽഫ് അനാലിസിസ് യു ക്യാൻ ലിസ്റ്റ് ഔട്ട് ആൻ എൻറ്റയർ സ്റ്റഡി അല്ലെങ്കിൽ ഒരു ഇവാലുവേഷൻ ചെയ്യാം. പക്ഷെ ഇന്റർവ്യൂവിന്റെ സമയത്ത് യു ഷുഡ് ബി വെരി കെയർഫുൾ. ഓക്കെ, ഡു നോട്ട് ആംപ്ലിഫൈ യുവർ വീക്ക്നെസ് നമ്മൾ പറയും. നമ്മുടെ വീക്ക്നെസ്സിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് ഒരിക്കലും കാണിക്കരുത്, അല്ലെങ്കിൽ അതിനെ എക്സാജറേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ ഭയങ്കര ഇങ്ങനെ aggressive, you should not, ഒത്തിരി ബിഗ് ആക്കി കാണിക്കരുത്. ഓക്കെ, അതിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് കാണിക്കരുതെന്ന് പറയാം. അതായത് നമ്മളൊരു വീക്ക്നെസ് ഉണ്ട്, ഇപ്പൊ നമ്മൾ പറയാണ് എനിക്ക് എനിക്ക് ഒത്തിരി ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ക്രൗഡിന്റെ മുമ്പിൽ സംസാരിക്കാൻ ഞാൻ കുറച്ച് റിലക്റ്റന്റ് ആണ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയാം എനിക്കിപ്പോ ആ ക്രൗഡിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര പ്രോബ്ലമാണ്, ഭയങ്കര പേടിയാണ്. അപ്പൊ ഭയങ്കര പേടി, okay, that bhayangara word, which is a superlative, is a problem. Like, I am very scared to talk in front of people. I'm not at all confident in talking to people. എന്ന് പറയുമ്പോൾ you should be very, very careful. Okay. പിന്നെ അതേപോലെ തന്നെ
And the next point here is you should make it sound mild and not very problematic. Okay. അതായത് നമ്മളൊരു കാര്യം പറയുമ്പം അതിനെ ഭയങ്കര ഒരു പ്രോബ്ലം മാതിരി ഒരിക്കലും നമ്മൾ ഇന്റർവ്യൂവിന് പ്രസന്റ് ചെയ്യരുത്. അതിനെ വളരെ മൈൽഡാക്കി ഒന്ന് മോഡറേറ്റ് ചെയ്തിട്ട് വേണം എപ്പോഴും പറയാൻ. ഓക്കെ. നമ്മൾ പറയുമ്പം ഇപ്പൊ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ സംടൈംസ് അല്ലെ, അങ്ങനത്തെ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുക. സംടൈംസ്, ഒക്കേഷണലി, വൺസ് ഇൻ എ വൈൽ, ഇൻ സം ഒക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സിറ്റുവേഷൻസിൽ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ വലിയൊരു ക്രൗഡ് ആകുമ്പോൾ ചിലപ്പോൾ എനിക്ക് യൂഷ്വലി വലിയ പ്രശ്നമില്ല, പക്ഷെ എന്നാലും വലിയ ക്രൗഡ് ആകുമ്പോൾ എനിക്ക് ചിലപ്പോൾ സംസാരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആവാറുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരാറുണ്ട്. സോ അതിനൊന്ന് മൈൽഡ് ആക്കിയിട്ട് എപ്പോഴും പറയാം കേട്ടോ. നമുക്ക് ചില കാര്യങ്ങൾ ഒരു പ്രസന്റിന്റെ പോസിറ്റീവ് പെർസ്പെക്റ്റീവിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ പെർഫെക്ഷനിസം എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ പെർഫെക്ഷനിസം എന്ന് പറയുന്നത് ആക്ച്വലി നല്ലൊരു കാര്യമാണ്. അത് അതിന്റെ പോസിറ്റീവ് സൈഡാണ്. അതൊരു ബിയോണ്ട് എ ലിമിറ്റ് ആണ് മാത്രമാണ് അത് നമുക്കൊരു വീക്ക്നെസ് ആവുന്നുള്ളൂ കേട്ടോ. അപ്പൊ ആ ബിയോണ്ട് ദ ലിമിറ്റ് നമുക്ക് വീക്ക്നെസ് ആവുന്ന കാര്യം മാത്രം നമ്മൾ അവിടെ എടുത്ത് പറയാം കേട്ടോ. എപ്പോഴും അതൊരു വീക്ക്നെസ് അല്ല, ആക്ച്വലി അത് നമ്മുടെ ഒരു സ്ട്രെങ്ത് ആണ്. അങ്ങനത്തെ ചില സ്കിൽസ് ഉണ്ട് നമ്മുടെ, അല്ലെങ്കിൽ അങ്ങനെ ചില ക്വാളിറ്റീസ് ഉണ്ട് നമ്മുടെ. അപ്പം അതിന്റെ പോസിറ്റീവ് പെർസ്പെക്റ്റീവ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ. ബിയോണ്ട് ലിമിറ്റ് ആണ് ചിലപ്പോൾ പ്രശ്നം വരാറുള്ളൂ. അതേപോലെ തന്നെ വേറെ പോസിറ്റീവ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, നമ്മളൊരു കാര്യം പറയുമ്പം നമുക്ക് അതിനെ നെഗറ്റീവ് സൈഡിൽ നിന്നും പോസിറ്റീവ് സൈഡിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ പ്രസന്റ് ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ പറയാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഐ ഗെറ്റ് വെരി ആംഗ്രി സംടൈംസ്. സോ ദാറ്റ് ഈസ് എ നെഗറ്റീവ് പെർസ്പെക്റ്റീവ് ഓഫ് പ്രസന്റിങ് എ പെർട്ടിക്കുലർ ഒരു നേച്ചർ ഓഫ് അവേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ട്രേറ്റ് പ്രസന്റ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് സൈഡിൽ നിന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണത്. ഇതേ സെയിം കാര്യം തന്നെ നമുക്കൊരു പോസിറ്റീവ് പെർസ്പെക്റ്റീവിൽ നമുക്ക് അതിനെ പറയാം. പ്രസന്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ പറയാം, ചില സിറ്റുവേഷൻസിൽ എനിക്ക് അത്ര കാമായിട്ടിരിക്കാൻ പറ്റാറില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങ് എൻ്റെ ഇമോഷൻസിന് ചിലപ്പം അത്രയ്ക്ക് അങ്ങോട്ട് ഒരു യുനോ മൈൽഡ് ആക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി കൺട്രോൾഡ് ആക്കിയിട്ട് എനിക്ക് ബിഹേവ് ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ. സോ ഇറ്റ് ഇസ് ജസ്റ്റ് ദാറ്റ് യു ആർ പ്രസന്റിങ് ഇറ്റ് ഇൻ എ ഡിഫറെന്റ് വേ. സംഭവം നമുക്ക് ദേഷ്യം വരുന്നു എന്നുള്ളത് തന്നെയാണ്, മനസ്സിലായോ? So that could be a way you can present it. Okay. Do the note either, and then I can give you a few more points in the next slide.
Okay. The next thing when you have to be careful about when you're talking about weaknesses is that you have to be very, very careful on the fact that നമ്മൾ വീക്ക്നെസ്സസ് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ യു മസ്റ്റ് സേ ഹൗ യു ആർ ട്രൈങ് ടു കറക്റ്റ് ഇറ്റ് ഓർ ഇംപ്രൂവ് ഇറ്റ്. അതിന്റെ കറക്ഷൻ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ ഡോണ്ട് ഡിസ്കസ് ആസ് ടു ഹൗ ദേ ഹാവ് ട്രൈഡ് ടു കറക്റ്റ് ഇറ്റ് അല്ലെങ്കിൽ ഇംപ്രൂവ് അപ്പോൺ ഇറ്റ്. ഇതാണ് വളരെ മെയിൻ ഫോക്കസിൽ വരേണ്ട ഒരു കാര്യം. ഓക്കെ. അപ്പം നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, ദാറ്റ് ഇസ് ഫൈൻ. You have realized it is good, and then but what you're doing about it is the most important thing. Okay, നമ്മൾ ഒന്നും ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ which means you are not doing something that is responsible. അപ്പം നമ്മളുടെ കറക്റ്റീവ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, അത് കറക്റ്റ് ചെയ്യാൻ ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. They might ask you occasions when this weakness put you into a difficult situation. ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ ഒരു സിറ്റുവേഷൻ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം, എപ്പോഴാണ് ഇത് വീക്ക്നെസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്, ഇങ്ങനത്തെ ഒരു വീക്ക്നെസ് ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലൈഫിൽ ഒരു ഡിഫിക്കൽട്ടി വന്നിട്ടുണ്ടോ, ഒരു സിറ്റുവേഷൻ നരേറ്റ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ റെഡി ആയിരിക്കണം പറയാം. ഓക്കെ. അപ്പൊ ഹിയർ ദിസ് എ എക്സാമ്പിൾ ദാറ്റ് ഐ റിട്ടൺ. ആൻഡ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത് വളരെ കൺസൈസ് ആയിട്ട് വേണം പറയാം. ഓക്കെ. You can say, sometimes find it difficult to speak before a crowd. A crowd no മുമ്പിൽ sometimes speak ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. I get nervous and tend to get confused. പിന്നെ അതേപോലെ തന്നെ I've been trying to overcome this by practicing to make presentations and speak on several topics അല്ലെങ്കിൽ randomly. I also attended the public speaking camp. Now I feel better and more confident. Okay. അപ്പം ഇങ്ങനെ വളരെ ഷോർട്ട് ആയിട്ട്, ഒത്തിരി ലെങ്തി ആയിട്ടൊന്നും പറയരുത്, പറയാനുള്ള കാര്യങ്ങൾ ഫുൾ അവിടെ പറഞ്ഞു തീർക്കാം. മനസ്സിലായോ? ഇതൊരു എക്സാമ്പിൾ ആണ് ഓഫ് ഹൗ യു ക്യാൻ പ്രസന്റ് യുവർ വീക്ക്നെസ്. മനസ്സിലായോ? ഒത്തിരി പ്രോബ്ലം അല്ലാണ്ട് വളരെ മോഡറേറ്റ് ചെയ്ത് ആ വീക്ക്നെസ്സിനെ പറഞ്ഞ് അതിന്റെ കറക്റ്റീവ് ആക്ഷനും കൂടെ പറഞ്ഞ് നമ്മൾ ഫിനിഷ് ഓഫ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ you can just ഏതൊരു വീക്ക്നെസ് വന്നു കഴിഞ്ഞാലും യു ക്യാൻ ബി വെരി കെയർഫുൾ നോട്ട് ടു അതിനെ ഒത്തിരി ആംപ്ലിഫൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ ജോബിലേക്ക് ഒരു പ്രോബ്ലം ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യരുത്. അതേപോലെ നമ്മുടെ വീക്ക്നെസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്കൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ ജോലിനെ അഫക്ട് ചെയ്യുന്ന പോലത്തെ വീക്ക്നെസ് നമ്മൾ കഴിയുന്നതും വൈസായിട്ട് പറയാണ്ടിരിക്കുക നല്ലത്. യു ഷുഡ് ബി വെരി ക്ലെവർ ഇൻ ഡൂയിങ് ഇറ്റ്. ഓക്കെ. നമ്മളൊരു ഫ്രണ്ട് ഓഫീസ് ഡെസ്കിലേക്ക് ഉള്ള ഒരു ജോലിക്കാണ് പോണത്, നമ്മൾ കസ്റ്റമറായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഫ്രണ്ടിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് പറയരുത് ദാറ്റ് ഐ എം എ വെരി ഷോർട്ട് ടെമ്പർഡ് പേഴ്സൺ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു അവിടെ ചെന്നിട്ട് പറയരുത് നമ്മൾ, ബിക്കോസ് ദാറ്റ് വിൽ ബി എ പ്രോബ്ലം. മനസ്സിലായോ? അപ്പം അത് ജോലിനെ അഫക്ട് ചെയ്യുന്നതാണോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പറയണതിന് മുമ്പ്. ഓക്കെ. അപ്പം അല്ലെങ്കിൽ എന്താ പറയാ, ഐ എം വെരി ഇമോഷണൽ എന്നൊക്കെ പറയുമ്പം, അല്ലെങ്കിൽ I find it very difficult when people tell me their difficulties, അല്ലെങ്കിൽ അവരുടെ sadness, when they are very emotional. I also get very emotional with them എന്നൊക്കെ പറയുമ്പം, suppose you are a person who is always interacting with people, like people with ഡിഫിക്കൽട്ടീസ്, അല്ലെങ്കിൽ ഇപ്പം ഒത്തിരി പ്രായ ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അപ്പൊ നമ്മളും ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ നമുക്കൊരു വീക്ക്നെസ് ആവും, നമുക്ക് എംപത്തറ്റിക് ആവാം. ഓക്കെ. പക്ഷെ യു ഷുഡ് ബി ഏബിൾ ടു ഡ്രോ യുവർ ലിമിറ്റ്സ്. അത് നമ്മളെ ലിമിറ്റ്സ് നമുക്ക് മനസ്സിലാക്കണം. ബിക്കോസ് ബിയോണ്ട് ലിമിറ്റ് നമ്മൾ ഇമോഷണൽ ആവാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ വി വിൽ നോട്ട് ബി ഏബിൾ ടു സപ്പോർട്ട് ദ പീപ്പിൾ ദാറ്റ് വി ഹാവ് ടു. അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഡ്യൂട്ടി. ഓക്കെ. അപ്പം നമുക്കത് ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പം നമ്മൾ കെയർഫുൾ ആയിരിക്കുക വാട്ട് യുവർ സേ. ഓക്കെ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യുക, ഈ എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ദെൻ വി ക്യാൻ സീ ഹൗ വി ക്യാൻ റൈറ്റ് ഡൗൺ അവർ വീക്ക്നെസ്സസ്.
ഓക്കെ നൗ ഹിയർ വി ഹാവ് എ ടാസ്ക്. സ്ട്രെങ്സിന്റെ സമയത്ത് നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ചെറിയ ടാസ്ക് ആണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. ഓക്കെ ഹിയർ വാട്ട് യു ഹാവ് ടു ഡു ഇസ് നമ്മളുടെ നേരത്തെ നമ്മൾ സ്ട്രെങ്ത് ചെയ്തപ്പോൾ 3 സ്ട്രെങ്ത് ആണ് ചെയ്തത്. ഇവിടെ നമുക്ക് ഒരു ഏതെങ്കിലും 2 വീക്ക്നെസ്സസ് ആണ് നിങ്ങൾ അനലൈസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് സെഷൻ എടുത്തേക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ആ ഒരു നോളജ് ബേസും പിന്നെ നിങ്ങൾ ഡെഫിനറ്റ്ലി പോയിട്ട് കുറച്ച് റിസർച്ചും റീഡിങ്ങും ചെയ്യണം ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട്. ഓക്കെ എന്നിട്ട് നിങ്ങൾ യു ഹാവ് ടു സിറ്റ് അലോൺ, യു ഹാവ് ടു തിങ്ക് അബൌട്ട് യുവർ വീക്ക്നെസ്സസ്, ലിസ്റ്റ് ഇറ്റ് ഡൗൺ, അതിനൊന്ന് പ്രോപ്പർലി അനലൈസ് ചെയ്യുക. പിന്നെ അതിൽ നിന്ന് ഏതൊക്കെ എനിക്ക് ജോലിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ ഉള്ള 1-2 വീക്ക്നെസ് ചൂസ് ചെയ്യുക. എന്നിട്ട് അതിനെ ഇങ്ങനെ പ്രോപ്പർലി പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളിത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് ചോദിച്ചാൽ പറയാവുന്ന ഒരു ആൻസറിനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ സോ ഏതെങ്കിലും 2 വീക്ക്നെസ്സസ് എടുക്കും. ഓക്കെ ഒരെണ്ണം ഫസ്റ്റ് നിങ്ങൾ പറയുന്നത് എപ്പോഴും ആയിരിക്കും ദ വൺ ദാറ്റ് യു വിൽ സേ, സെക്കൻഡ് വൺ റെയർലി യു വിൽ ഹാവ് ടു സേ. ഓക്കെ അത് പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോ സപ്പോസ് നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ യു ക്യാൻ സേ. അപ്പം 2 വീക്ക്നെസ്സസ് നിങ്ങൾ നോക്കി വെക്കുക. അതിലത്തെ ഓരോ വീക്ക്നെസ്സസും യു ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ. ഓക്കെ അപ്പൊ യു ഷുഡ് സേ യുവർ വീക്ക്നെസ്. അത് ഷോർട്ടായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ എങ്ങനെയാ അതിനെ നിങ്ങൾ ഓവർകം ചെയ്യാൻ പോണേ എന്നുള്ളത് നിങ്ങളൊന്ന് പറയാം. ആൻഡ് ദെൻ യു മസ്റ്റ് സേ ഇഫ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് നിങ്ങളുടെ എഫേർട്ട് ഇട്ടതിന് ശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയാം. കംപ്ലീറ്റ് ആയിട്ട് ഓവർകം ചെയ്തു എന്ന് പറയാണ്ടിരിക്കുന്നതായിരിക്കാം ചിലപ്പോൾ നല്ലത്. ബിക്കോസ് കംപ്ലീറ്റ് ആയിട്ട് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദാറ്റ് ഇസ് നോ മോർ യുവർ വീക്ക്നെസ്. അപ്പം ദാറ്റ് വുഡ് ബി നോട്ട് എ വെരി റൈറ്റ് ആൻസർ ടു ഗിവ് സപ്പോസ് വെൻ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ആസ്ക്ഡ്. ഓക്കെ അപ്പം നിങ്ങളുടെ ഇംപ്രൂവ്മെന്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. പിന്നെ ബാക്കപ്പ് ആയിട്ട് ഓക്കെ നിങ്ങൾ ചോദിച്ചാൽ മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങളിപ്പോൾ അസൈൻമെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കണം. ദാറ്റ് ഏതെങ്കിലും ഒരു ഒക്കേഷണൽ സിറ്റുവേഷൻ വെൻ ഇറ്റ് ഹാസ് ബിക്കം എ പ്രോബ്ലം ഫോർ യു. ഓക്കെ അപ്പൊ അത് ചോദിച്ചാൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പറയണ്ട. പക്ഷെ പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമുക്ക് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ അപ്പൊ ഇങ്ങനെ 2 സെറ്റ് ഓഫ് ആൻസേഴ്സ് വേണം ഒരേ വീക്ക്നെസ്സസിന്. ഓക്കെ ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. അപ്പൊ ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ദെൻ യു ഹാവ് ടു റൈറ്റ് ദിസ് ആൻഡ് ബ്രിങ് ആൻഡ് കീപ് ഇറ്റ് റെഡി. കേട്ടോ ഐ ക്യാൻ ആസ്ക് യു ടു സബ്മിറ്റ് ദിസ് അറ്റ് എനി പോയിന്റ് ഇൻ ടൈം. അപ്പം you must have this ready, and I hope you will be joining the next doubt clearing class, and then you will be asking the questions or maybe reading out these answers to me. Okay അപ്പോൾ ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക കേട്ടോ.
Okay. So that brings us to the end of the session on weaknesses. Okay. ഇപ്പോൾ വീക്ക്നെസ്സസിന്റെ സെഷൻ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഈ ടാസ്ക് നിങ്ങൾ ഡെഫിനറ്റ്ലി കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ്സിൽ കൊണ്ടുവരണം കേട്ടോ. And now what we will do is we will do a small session. I'll just share the screen. Please wait. Okay, so now we're going to look into a small topic called as phone etiquette. അതായത് ടെലിഫോൺ എറ്റിക്കറ്റ് അല്ലെങ്കിൽ ഫോൺ എറ്റിക്കറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ whenever we are at work, we often have to handle a lot of telephonic calls. അത് നമ്മളുടെ പേഷ്യൻസിൻ്റെ ആയിരിക്കാം, നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ആയിരിക്കാം, നമ്മളുടെ സുപ്പീരിയേഴ്സിൻ്റെ ആയിരിക്കാം, കൊളീഗ്സിൻ്റെ ആയിരിക്കാം, or people who are inquiring a lot of things to us. Okay. അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനെ ആയിരിക്കാം, who are concerned about the people we are taking care of. It can be whichever way. അപ്പം ടെലിഫോൺ എറ്റിക്കറ്റിന് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് ടെലിഫോൺ എറ്റിക്കറ്റ്? First of all, why do we have to, what is it that we have to understand about the objective of the telephone etiquette? First of all, we should be sure that the objectives of the call is met. That is, എന്താണോ നമ്മളുടെ objective of the call, what is the purpose of the call എന്നുള്ളത് properly met ആയിരിക്കണം. The customer should be happy with the interaction that you are having with them. ഒരു പോസിറ്റീവ് ഇമേജ് should be formed about the organization that you're working for. അപ്പം നമ്മളുടെ ഓർഗനൈസേഷനെ പറ്റിയിട്ട് ഒരു പോസിറ്റീവ് ഇമേജ് ഫോം ആയിരിക്കണം, നമ്മളെ പറ്റിയിട്ടുള്ള ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാവണം. ഓക്കെ, പിന്നെ നമ്മൾ വളരെ പ്രൊഫഷണൽ ആയിരിക്കണം. Companyയുടെ reputation should by all means be enhanced, and there should always be a positive word of mouth എന്ന് നമ്മൾ പറയും. Okay, there should be a positive word of mouth in the interactions that you are conducting. Okay, so these are the main objectives of a telephonic conversation. അപ്പോൾ ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. After every slide I'll give you a minute. Please note this down in your books. Okay.
Next is whenever we are making a call, we must understand that the telephone should be placed properly. Okay, the desk that you are attending to should be organized well. Proper ആയിട്ടൊരു നമ്മുടെ സ്റ്റേഷനറി കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് ടേബിളിൽ ഹാൻഡി ആയിട്ട് വെച്ചിട്ടുണ്ടാവണം. ലൈക്ക് എ പെൻ, നോട്ട് പാഡ്, ഇന്റേണൽ ഡയറക്ടറി അല്ലെങ്കിൽ ടെലിഫോൺ ലിസ്റ്റ്, സിസ്റ്റം ആക്സസ് വേണം. അങ്ങനെ റിക്വയർഡ് ആണെങ്കിൽ യു ഷുഡ് ഹാവ് എ പ്രോപ്പർ സിസ്റ്റം ആക്സസ്. എവറിഥിങ് ഷുഡ് ബി വെരി ഈസിലി ഹാൻഡി ടു യു. ഓക്കെ, നമ്മൾ ഫോൺ ചെയ്യുന്ന സമയത്ത് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഒരു കാരണവശാലും പാടില്ല. ഈറ്റിംഗ്, ചൂയിങ്, ഡ്രിങ്കിങ്, എനിത്തിങ് ലൈക്ക് ദാറ്റ് ഷുഡ് ഓൾ ബി അവോയ്ഡഡ്. there should not be any noise or disturbance on your end. Okay, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒത്തിരി നോയ്സും ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ യു മസ്റ്റ് സ്മൈൽ ആൻഡ് ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ദാറ്റ് യു ഷുഡ് ബി വെരി വെരി കെയർഫുൾ അബൌട്ട്. ബിക്കോസ് നമ്മളുടെ വോയിസിൽ നമ്മളുടെ ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പോസിറ്റീവ്നെസ് എപ്പോഴും എക്സ്പ്രസ്ഡ് ആണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യട്ടോ.
We always have to pick the call within the first three rings എന്നുള്ളതാണ് എപ്പോഴും റൂള്. You should always pick the call within the first three rings. Okay. അപ്പം you should not leave the call unattended. It's very very important. ഒരിക്കലും നമ്മുടെ call unattended ആയിട്ട് ഇടരുത്. നമുക്ക് വളരെ important ആണ് every customers or every client's call. So every call should be picked within the first three rings. പിന്നെ call open ചെയ്യുന്ന സമയത്ത് your voice is your company. The first impression the customer gets in the first 15 seconds അല്ലെങ്കിൽ the first few seconds of the conversation is very very important. അപ്പം നമ്മുടെ വോയിസ് എപ്പോഴും നമ്മളുടെ ബോഡി ലാംഗ്വേജ് കൺവേ ചെയ്യണം. ഓക്കെ. അപ്പം നമ്മളുടെ കോൾ ഓപ്പണിംഗ് വളരെ എന്തൂസിയാസ്റ്റിക്കും വളരെ എനർജറ്റിക് ആയിരിക്കണം, വോയിസ് ക്ലിയർ ആയിരിക്കണം, കേർട്ടിയസ് ആയിരിക്കണം, പൊളൈറ്റ് ആയിരിക്കണം, നമ്മൾ വളരെ ആർട്ടിക്കുലേറ്റ്, ദാറ്റ് മീൻസ് ക്ലിയർ ആയിരിക്കണം നമ്മൾ സംസാരിക്കുന്ന സമയത്ത്. Next is how we open the call. Call എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. So here we have to figure out what kind of call opening we have to give. അപ്പോൾ യൂഷ്വലി നമ്മളൊരു പ്രൊഫഷണൽ ഗ്രീറ്റിംഗ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും കോൾ ഓപ്പൺ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. So and you can say either thank you for calling for say for example Apex International എന്ന് പറഞ്ഞതാണ് നിങ്ങളുടെ കമ്പനി എന്നിരിക്കട്ടെ. Okay. So you say thank you for calling Apex International. I am Ritesh. How may I help you? Okay. So then you have to identify yourself. And then you have to ask how you can help them. അങ്ങനെ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ കോൾ ഓപ്പൺ ചെയ്യാം. So you can even say good morning, this is Apex International. I am Maya. How may I help you? Okay. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെ അല്ലാണ്ട് നമുക്ക് ചിലപ്പം ജസ്റ്റ് വിതൗട്ട് ടെലിങ് യുവർ നെയിം, ചില സമയത്ത് നമ്മൾ പേര് ഐഡന്റിഫൈ ചെയ്യാൻ സമയത്ത് പേര് റിവീൽ ചെയ്യാൻ ചിലപ്പോൾ നമ്മളുടെ കമ്പനി ചിലപ്പോൾ നമ്മളോട് പറയാറില്ല. അപ്പൊ നമ്മുടെ റോള് മാത്രമാണ് ചിലപ്പോൾ പറയാം. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ വി കൻ സേ ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് അപെക്സ് ഇന്റർനാഷണൽ, ഐ ആം ദി കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, ഹൗ മേ ഐ ഹെൽപ്പ് യു. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ ദീസ് ആർ ഡിഫറെന്റ് വേസ്. ഓർ യു കൻ സേ ഗുഡ് മോർണിംഗ് അപെക്സ് ഇന്റർനാഷണൽ, ദിസ് ഇസ് ദി കസ്റ്റമർ മാനേജർ, ഹൗ മേ ഐ ഹെൽപ്പ് യു, അല്ലെങ്കിൽ അങ്ങനെ. There are different ways, but you have to, you can just note this way. You can say, you can note down a couple of ways in which you can open the call. ചിലപ്പം പല സമയത്തും ഇന്റർവ്യൂസിന് അവരെങ്ങനെ കോൾ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടെലിഫോണിക് കോൾ എങ്ങനെ അറ്റൻഡ് ചെയ്യാന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. സോ യു ഷുഡ് നോട്ട് ബി അൺപ്രിപ്പയർഡ് വെൻ ദി ആസ്ക് യു ദിസ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക കേട്ടോ. ആൻഡ് യു ഷുഡ് പ്രാക്ടീസ് ടു സേ ദിസ്. ഇത് വെറുതെ നോട്ട് ഡൗൺ ചെയ്തിട്ട് കാര്യമില്ല, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം ഇത് പറയേണ്ടത് എങ്ങനെയാണ് കേട്ടോ.
whenever we are attending a call, we should be very respectful. We should be polite in our tone. We should be patient. ഒരു കാരണവശാലും റൂഡ് ആവരുത്, നമുക്ക് അനോയിഡ് ആവരുത്, അബ്രപ്റ്റ് ആവരുത്. ദാറ്റ് മീൻസ് റൂഡ് ആവരുത്, നമുക്ക് പെട്ടെന്ന് യുനോ ദേഷ്യം വരരുത്, അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആയിട്ട് നമ്മളുടെ സൗണ്ട് നമുക്ക് അവർക്ക് ഫീൽ ചെയ്യരുത് കേട്ടോ. ചിലപ്പോൾ ബിക്കോസ് നമ്മൾ ചില പല തിരക്കുകളുടെ ഇടയിലായിരിക്കും, നമുക്ക് വളരെ ബിസി ആയിരിക്കും. The call would be coming in between that, and you automatically tend to get a little irritated, or എന്താ പറയാ, not very positive, അല്ലെങ്കിൽ a little unhappy about that you have to attend the call. അപ്പം അത് നമുക്ക് ആ ഒരു പോസിറ്റീവ്നെസ് നമ്മളുടെ കോളിൽ ഇല്ലാണ്ടിരിക്കും പല സമയത്തും. അപ്പൊ അങ്ങനെ ഒരു കാരണവശാലും വരരുത് കേട്ടോ. അതേപോലെ തന്നെ ഡു നോട്ട് സൗണ്ട് അബ്രപ്റ്റ്. പെട്ടെന്ന് അബ്രപ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് സമയമില്ലാത്ത പോലെ നമ്മൾ അവിടെ സംസാരിക്കരുത്, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ച ഉത്തരം പറയുമ്പോഴത്തേനും ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യരുത്. You should give them time to talk. Okay, let them interact with you. If they have more things to ask, let them ask. You should also be able to tell them and guide them properly. Is it clear? Okay. And you should sound very positive when you speak. Whenever you're talking, make use the courtesy words like please, sorry, may I, shall we, could we എന്നുള്ള വേർഡ്സ് ഒക്കെ പൊളൈറ്റ് ആയിട്ടുള്ള ടോണിൽ സംസാരിക്കാം. ആൻഡ് ഓൾവേസ് മെയിൻറ്റെയിൻ എ വെരി പ്ലെസന്റ് ടോൺ. ഓക്കെ. Whenever it comes to saying thank you, you must say thank you on the phone. When you get back after keeping the phone, you can say thank you for being on hold. The person tells you some information, and when the person compliments you, ഈ സമയ occasions ഒക്കെ നമ്മൾക്ക് നമ്മളുടെ you have to be very expressive and show gratitude. Okay.
Here we're going to discuss about something called as a hold procedure. You have to follow appropriate hold procedure. നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിന് മുമ്പ് you should seek permission, specify the duration, explain the reason why we are keeping the phone on hold. You should wait for the customer response to wait ചെയ്യണം, and you should get back in the committed time frame. And then you should thank them for being on hold. ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ഹോൾഡ് പ്രൊസീജിയറിൽ ചെയ്യാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഫോൺ വിളിക്കുന്നതിന്റെ ഇടയിൽ നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാൻ അവരുടെ അടുത്ത് പറയണമെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ, ദാറ്റ്സ് നോട്ട് ദ പ്രൊഫഷണൽ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. യു മസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ സേ, sir, could I please put your call on hold for a minute so that I can collect the information from the doctor's desk എന്നുള്ളത് പറഞ്ഞിട്ട്, അപ്പൊ നമ്മൾ പെർമിഷൻ ചോദിച്ചു, ടൈം പറഞ്ഞു, എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, and then you have to wait for the customer's response. അവർ യെസ് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രം you have to put the call on hold, and when you get back, സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ തിരിച്ച് കോള് എടുക്കണം, and then you should thank them saying that thank you sir for being on hold. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് പ്രൊസീജിയറിൽ ഫോളോ ചെയ്യേണ്ടതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യണം കേട്ടോ. Lastly, we come to the call closure. Whenever we are closing the call, we should summarize what has been discussed. You can ask if they need any further assistance, and then you always have to end on a positive note. Appo nammal summarize closing the samayathu nammal in the case, sir, I hope your form has been clearly noted down. And what has been done during the process of the call, adu onnu summarize it, just onnoru summary pole paraya, allengi just main points onnu highlight ചെയ്തിട്ട് കസ്റ്റമർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ പേഷ്യന്റിന് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. And then if at all you require any further assistance, വേണോ sir, do you require anything else, is there any some information that you would like to know more about, അങ്ങനെ ചോദിക്കുക. And then if everything is fine, so I hope you've had a good interaction with good interaction. I hope your problems are resolved, and I hope your query is solved. No, പറഞ്ഞ് thank you sir, have a nice day എന്ന് പറഞ്ഞ് you should close the call. Okay, note that. And with that, we come to the end of today's session. So we have done weaknesses in the session. And put a task task compulsory item and weaknesses note down and the details over different answer you should keep it ready. And after that, we have also handled telephone etiquette. Okay, so the processes of how to handle telephone calls have also been done. Okay, so thank you, and we will see in the next class. Okay.